ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണല്ലോ. നമുക്ക് മിക്കവാറും പേർക്കൊക്കെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് എന്നറിയാം. എന്നാലും സൺഡേക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മളെല്ലാവരും വീക്കെൻഡാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് വേണ്ട ദിവസമാണ് സൺഡേ. ഇന്നത് നമുക്കൊരു ചിക്കൻ ബിരിയാണിയിലേക്ക് മാറ്റാം. എല്ലാ ദിവസവും ചോറും കറികളിൽ നിന്നും കുറച്ചൊരു മാറ്റം വേണ്ടേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി, അടിപൊളി ചിക്കൻ ബിരിയാണി നമുക്കിന്ന് തയ്യാറാക്കാം. നമുക്കതിൻ്റെ ചേരുവകളൊന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട്, ബിരിയാണിയുടെ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. അടുത്ത് നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് 1 ടീസ്പൂൺ. ഉപ്പ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാല പൗഡറാണ് 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബാക്കി സ്പൈസസ് എല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വളരെ സോഫ്റ്റ് ആവും ചിക്കൻ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി ഉണ്ടാവും. അതിന് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സിങ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം ഊറുന്ന എനിക്കറിയാം. സാരമില്ല, കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ കോഴി, ബിരിയാണിയുടെ കോഴി നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചില്ലേ, അവൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ. ഒരു 1/4 മണിക്കൂർ ഇരുന്ന് ഉറങ്ങട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നമുക്ക് ഫ്രൈ ചെയ്യാം. അരി നമുക്ക് ഇതുപോലെ നന്നായി വെള്ളമൊഴിച്ച് 5-6 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണി നന്നായിരിക്കും. അല്ലെങ്കിൽ പശ ഉണ്ടാവും, അരിയുടെ പശ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ബിരിയാണിക്ക് അത്ര നല്ലതല്ല. അതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ ഓണിയൻ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി. നമുക്കത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. കൂടി നമുക്ക് കോരി മാറ്റാം. നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്താക്കി റെഡിയാണ്. അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ അതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടി നമ്മുടെ ഉരുളിയൊക്കെ വച്ച് റെഡിയാക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് ഡാൽഡ. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഓയിൽ കൂടി, സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഡാൽഡ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓൾ ഗരം മസാല, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ജാതിപത്രി, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, സ്റ്റാർ, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകുണ്ട്, ഒരു 10-12 പീസ് കുരുമുളക്. അതുപോലെ ജാതിപത്രി ഒരെണ്ണം ചെറുതാണ്. പിന്നെ ബേ ലീഫ് ഒരെണ്ണം, സ്റ്റാർ ഒരു 3-4 പീസ്, ഏലക്കയും 5-6 എണ്ണം. ഇനി 1 സ്പൂൺ പെരിഞ്ജീരകം അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ചൂടായി വരുന്ന നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ചൂടായി വരും, നല്ല സ്മെല്ല് വരും. അപ്പോൾ അത് സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമാതിരി കളറായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. 8 സവാളയാണ് നമ്മൾ കട്ട് ചെയ്തത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വെക്കാം. 1 സ്പൂൺ ഉപ്പ് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ട് വേണം നമുക്കിനി ബാക്കി ചേരുവകൾ ചേർക്കാനായിട്ട്.
സവാള അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. സവാള അടുക്കി പിടിച്ചാൽ നമ്മുടെ ബിരിയാണിയുടെ ഭാവവും രൂപമൊക്കെ മാറും. നമ്മുടെ സവാള ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു 10 എണ്ണമാണ് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് 10 പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ സവാള നന്നായിട്ട് വഴണ്ട് വരാനുണ്ട്. ഇതാ നമ്മുടെ സവാള ഏകദേശം കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം. ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, നിങ്ങളുടെ എരിവനുസരിച്ച് കുറച്ച് ആവശ്യത്തിന് കൂട്ടിയിടാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, നന്നായിട്ട് ഇളക്കി മസാല ഒന്ന് മൂക്കട്ടെ. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിന് ശേഷം ഇനി നമ്മൾ കുറച്ചുകൂടി ഗരം മസാല ഇട്ട് കൊടുക്കും. ചിക്കനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 തക്കാളിയാണ് കട്ട് ചെയ്തത്. നമ്മളിതിലേക്ക് ഒരുപാട് തക്കാളി നമ്മൾ ചേർക്കണ്ട, 2 തക്കാളി ചെറുതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ തൈരും കൂടി ആഡ് ചെയ്യും. അപ്പോൾ പുളിപ്പ് കൂടുതലാവും അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് നല്ല കുഴഞ്ഞ് വരണം. അതിന് ശേഷം നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കാം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതാ നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് എടുത്ത് വെച്ചിരുന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ 2 സ്പൂണ് തൈരാണ് ചേർത്തത്. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇട്ട സമയത്ത് നമ്മൾ കുറച്ച് തൈര് അതിനകത്ത് ആഡ് ചെയ്തു. അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാനാണ് നമ്മളതിൽ ചേർത്തത്. അപ്പോൾ ഇതിലും കുറച്ച് ഗ്രേവിയിലും ചേർത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ മസാല ഇട്ടപ്പോഴും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല കളറായി, നല്ല പച്ച കുത്തൊക്കെ പോയി, തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി. ഇപ്പോൾ നമ്മൾ തൈരും ചേർത്തു, അതും നല്ല മിക്സായി. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കി ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് വച്ചിരിക്കുന്ന, അതായത് ഇപ്പോൾ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചിക്കൻ, ആ കോഴിയെ നമ്മൾ ഇതിനകത്തേക്ക് തട്ടിയിടാം. നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വയ്ക്കുക. മസാലയൊക്കെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മൂടി വയ്ക്കാനുള്ളൊരു അടപ്പ് എടുക്കട്ടെ. നമുക്ക് മൂടാനുള്ള അടപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മൂടുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയിലും കൂടി മുകളിൽ തൂവി കൊടുക്കാം. ഇനിയിപ്പോൾ ഇളക്കമൊന്നും വേണ്ട, ജസ്റ്റ് ഇത് മൂടി വെച്ചങ്ങോട്ട് മൂടാം. അപ്പോൾ അതിൻ്റെ മിൻറ്റിൻ്റെയും കൊറിയാണ്ടറിൻ്റെയും ഒക്കെ സ്മെല്ല് നല്ലവണ്ണം നമ്മുടെ ചിക്കനിലേക്ക് അബ്സോർബ് ചെയ്തോളൂ. ഓക്കെ, അടച്ചു വയ്ക്കാം. നമ്മുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മല്ലിയുടെയും പുതിനയുടെയും ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ തവിക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് മറ്റൊരു തവി എടുക്കാം. നല്ല സ്മെല്ലുണ്ട്. കുക്കായി തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും ഇപ്പോൾ ഇത്രയും സ്മെല്ല്. അപ്പോൾ റെഡി ആകുമ്പോഴേക്കും നല്ല സൂപ്പറായിരിക്കും. ഫയർ കുറച്ച് വെച്ച് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേഗം അടുക്കി പിടിക്കും. കാരണം മസാല നമ്മുടെ എല്ലാം മിക്സ് ചെയ്തേക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫയർ കുറച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. ഫയർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് അതിൻ്റെ കുക്കിംഗ് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്കൊന്നുകൂടി അടച്ചു വയ്ക്കാം.
നമ്മുടെ ബിരിയാണി റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിടുക, പിന്നെ ഗരം മസാല, ഓൾ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകം, കറുകപ്പട്ട, ഏലക്ക, അതുപോലെ ഗ്രാമ്പു, പിന്നെ ബേ ലീഫ്, ഏലക്ക, ഒരു ജാതി പത്രി ഒരെണ്ണം, അത് ഒരു 3 പച്ചമുളക് പൊളിച്ച് വെളുത്തിയെടുത്തത്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില. നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് വളരെ ഇതായിട്ട് കിട്ടും, നമുക്ക് അധികം കട്ട പിടിക്കാതിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഗീയുടെ ഫ്ലേവറൊക്കെ റൈസിലേക്ക് കിട്ടാൻ 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പ് റൈസാണ് ഇതിനു വേണ്ടി എടുത്തത്. റൈസ് നമ്മൾ ഹാഫ് കുക്ക് ചെയ്തിട്ട് ചിക്കൻ ദം അടിച്ച് ബാക്കി കുക്കിംഗ് ചെയ്യുന്നതാണ്. റൈസ് ഒന്ന് ഹാഫ് കുക്കായാൽ മതി. നമ്മുടെ റൈസ് ഹാഫ് കുക്കാവാറായി. നമ്മളിതിലേക്ക് ഒരു നാരങ്ങ കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. നാരങ്ങ കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നാരങ്ങ വന്നു കഴിഞ്ഞാൽ റൈസിൻ്റെ പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിനാണ് നമ്മൾ നാരങ്ങ ഇട്ടിരിക്കുന്നത്. അത് ബോയിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിനർ കൊണ്ട് കോരിയെടുക്കാം. ഇത് നമ്മുടെ കൊളാണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് അടുപ്പൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിനായി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മല്ലിയിലയും, നമ്മൾ ആദ്യം ഇട്ട മല്ലിയിലൊക്കെ കുക്കായി അതിൻ്റെ കളറൊക്കെ പോയി, അത് ഗ്രേവിയിലേക്ക് ചേർന്നു. കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം, അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കി ബിരിയാണിയുടെ റൈസും ബിരിയാണിക്കുള്ള സെറ്റിങ് റെഡിയാക്കാം. അടുപ്പൊന്ന് അടച്ച് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാനുള്ള കുറച്ച് ഗാർണിഷിലേക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ 1 സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയൊക്കെ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 ഓണിയൻ കട്ട് ചെയ്താണ്. ഒന്ന് സോട്ടേ ആവണം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഇളക്കി വഴറ്റാം. നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ്, 1/2 ക്യാരറ്റാണ് കൊടുത്തിരിക്കുന്നത്, നീളത്തിൽ കട്ട് ചെയ്ത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഫയറൊക്കെ ഓഫ് ചെയ്യുന്നു. ഇളക്കി ഇതിന് കോരി മാറ്റണം. ഇത് നമ്മൾ ഈ ബൗളിലേക്ക് കോരി എടുക്കുകയാണ്. നമ്മളിതിൻ്റെ ഗാർണിഷായിട്ട് റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. നമ്മളിത് ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. 2 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ദം അടിക്കാനായിട്ട് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിനകത്തേക്ക് അടിയിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് ഓണിയൻ, നമ്മളാദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂനട്ട്, കിസ്മിസ്, നമ്മൾ കുറച്ച് പൈനാപ്പിൾ, ഇതായിപ്പോൾ നമ്മൾ സോട്ട് ചെയ്ത് വെച്ച നമ്മുടെ ക്യാരറ്റ്, ഓണിയൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് കുറച്ചുകൂടി ഫിൽ ചെയ്യാം.
ഇതിന് മുകളിൽ നമ്മൾ കുറച്ചുകൂടി കാഷ്നട്ട്, ഫ്രൈഡ് ഓണിയൻ, അതുപോലെ ക്യാരറ്റ്, ഓണിയൻ. ഇനി നമ്മൾ കുറച്ചുകൂടി മല്ലിയിലയും പുതിനയിലയും, കുറച്ച് റോസ് വാട്ടർ, ഇനി നമുക്ക് കുറച്ച് ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് ദം ചെയ്യുകയാണ്. സൈഡൊക്കെ ഒന്ന് തൂത്ത് ക്ലിയർ ആക്കുക. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ദം ചെയ്യാം. ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് കയറ്റി വയ്ക്കാം. അത് നമുക്ക് വെയിറ്റായിട്ട് ഇത് വെച്ചേക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ബിരിയാണി, നമ്മുടെ ദം ബിരിയാണി റെഡിയാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അടപ്പില്ലെങ്കിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ കുഴച്ചിട്ട് മുകളിലൂടെ വെച്ചിട്ട് ഈ അടപ്പ് വയ്ക്കണം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അടപ്പാണ്, അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും പേസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ബിരിയാണി തകർപ്പനായിരിക്കും. നമ്മുടെ ബിരിയാണി ദം ആയിട്ടുണ്ടാവും, കാരണം 15 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് എടുത്തു മാറ്റാം. ആദ്യം ഫയർ ഓഫ് ചെയ്തേക്കാം. സൂപ്പർ 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 കിടിലൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് റെഡിയാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കാലാണ്, ഇങ്ങോട്ട് വാ കാലേ, കാലിന് വരാറ് മടി. നമ്മുടെ ആവി പറക്കുന്ന കിടിലൻ ചിക്കൻ ബിരിയാണി തയ്യാറാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് കഴിക്കുക. വളരെ ടേസ്റ്റിയാണ്, സൂപ്പറാണ്. എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബട്ടൺ ഓർമ്മിപ്പിക്കാതെ തന്നെ അമർത്തി വയ്ക്കുക. താങ്ക് യു.